ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ കളങ്കാവലിൻ്റെ സെക്കൻഡ് പോസ്റ്റർ വന്നിരിക്കുകയാണ്. ആ പോസ്റ്റർ കണ്ടപ്പോൾ ശരിക്കും കോരി തെരിച്ചു പോയി എന്ന് പറയുകയല്ല, അത് വേറെ ഒറ്റ വാക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം ആ ഒരു സെക്കൻഡ് പോസ്റ്റർ നമ്മളെ എന്താ പറയുക പിടിച്ചിരുത്തി എന്ന് പറയാൻ പറ്റും. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയിലും അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയ്ക്കും വേണ്ടി അദ്ദേഹം കൊടുക്കുന്ന ഒരു ചിരിയുണ്ട്, അല്ലെങ്കിൽ ഓരോ എക്സ്പ്രഷൻസ് ഉണ്ട്. അത് ഒരു രക്ഷയില്ലാത്ത സംഭവം. കാരണം നമ്മളിപ്പോൾ എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ ബ്രഹ്മയുഗത്തിലെ ഒറ്റ പോസ്റ്റ് കൊണ്ടാണ് ആ സിനിമ ഒരു വേറെ തലത്തിൽ പോയത്. അതുപോലെ തന്നെ നമ്മുടെ ഭീഷ്മപർവ്വത്തിലെ മാസ്മരികമായിട്ടുള്ള ചിരി, ഓ മാൻ, എന്താ അദ്ദേഹം കാണിച്ചു. അതുപോലെ തന്നെ ഈ കളങ്കാവലൊരു പ്രത്യേകത ചിരി. കാരണം ഇതുപോലെ പല സിനിമയിൽ അദ്ദേഹം ഓരോ ചിരി കൊടുത്തിട്ട് തന്നെ ആ സിനിമയെ അതിൻ്റെ വാല്യൂ ഇല്ലെങ്കിൽ സിനിമയുടെ ക്വാളിറ്റി നമ്മൾക്ക് അദ്ദേഹം അതിനെക്കുറിച്ച് പറയാതെ തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്ററൊന്നും കൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ചർച്ച ഉണ്ടാക്കുകയാണെങ്കിൽ ആ സിനിമയുടെ പെർഫോമൻസ് എത്രമാത്രം വലുതായിരിക്കും നമുക്ക് നോക്കേണ്ടി വരും. കാരണം എനിക്ക് പറയാനുള്ളത്, ഇദ്ദേഹത്തിൻ്റെ ഓരോ ചിരിയും എന്തുകൊണ്ട് വ്യത്യസ്തമാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ആലോചിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹം ഒരു മികച്ച നടനാണ്. കാരണം എന്തുകൊണ്ട് കഴിഞ്ഞാൽ ഓരോ ചിരിയും അദ്ദേഹം ഓരോ സിനിമയ്ക്കും വേറെ തലത്തിലാണ് കൊടുക്കുന്നത്, അല്ലാതെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല കൊടുക്കുന്നത്. അപ്പോൾ എടുത്തു പറയേണ്ട നമ്മുടെ മഹാനടനായിട്ടുള്ള നമ്മുടെ മുരളി സാർ പറഞ്ഞിരിക്കുന്നത്, ഏത് ആക്ടറാണോ ഈ ഒരേപോലെ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ആക്ട് ചെയ്യാതിരിക്കുന്നത് ആ വ്യക്തിയാണ് എന്താ പറയുക, അല്ലെങ്കിൽ ആ നടനാണ് ഏറ്റവും നല്ല മികച്ച നടൻ ഇല്ലെങ്കിൽ ഒരു നല്ല നടൻ എന്ന് അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ പറയുണ്ടായി. എനിക്ക് തോന്നുന്നു ആ വാക്ക് ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ശ്രീ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി വെല്ലാൻ ചിലപ്പോൾ മലയാള സിനിമയിൽ വേറെ ആളില്ലെന്ന് പറയാം. കാരണം ഒരിക്കലും റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു സീൻസും അദ്ദേഹം ഒരു സിനിമയിൽ അദ്ദേഹം വരുത്തുന്നില്ല. ഇപ്പോൾ നമ്മൾ മോഹൻലാൽ എന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആ ഒരു ആക്ടറിനെ കാണുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമുക്ക് തോന്നുകയാണെങ്കിൽ അദ്ദേഹത്തിന് അതിലേക്ക് കണക്ട് ചെയ്യും. കാരണം ഒരു സിനിമ റിപ്പീറ്റഡ് ആയിട്ട് തോന്നിപ്പോവും. പിന്നെ ആ ഒരു കഥയും കഥാപശ്ചാത്തലമാണ് വ്യത്യസ്തമാവുന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് പറയുന്നത് കാരണം അദ്ദേഹം എന്താണോ കഥ കേൾക്കുന്നത് അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് ആ വ്യക്തിയാണ് ആ ചെയ്യുന്നതിലിരിക്കുന്നത്. കാരണം ആ ക്യാരക്ടറല്ല അദ്ദേഹം അവിടെ ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹം മമ്മൂട്ടി എന്ന് പറഞ്ഞ വ്യക്തി പറയുന്നത് എന്താണോ ആ ക്യാരക്ടർ, ഇപ്പോൾ ഒരു ക്യാരക്ടർ പിച്ചക്കാരനാണെങ്കിൽ ആ പിച്ചക്കാരനായി മാറും. അല്ലാതെ പിച്ചക്കാരൻ്റെ ക്യാരക്ടർ മോഹൻലാലാണെങ്കിൽ ഇപ്പോൾ അതേ വേഷം മോഹൻലാൽ ചെയ്യുന്നതായിരിക്കും, പിച്ചക്കാരനായിരിക്കും മോഹൻലാലിൻ്റെ ഇതിലേക്ക് ചെയ്യും. പക്ഷേ എന്താണ് ഒരു എഴുത്തുകാരൻ ആ ഒരു വ്യക്തി ഇല്ലെങ്കിൽ ആ വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന മൂല്യങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഇങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ കൈവളവ് ഇങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ നടത്തം ഇങ്ങനെയായിരിക്കണം, നോട്ടം ഇങ്ങനെയായിരിക്കണം, അദ്ദേഹത്തിൻ്റെ ചിരി ഇങ്ങനെയായിരിക്കണം, ഇങ്ങനെ ഓരോന്നും കുത്തിക്കുറിച്ചിട്ടാണ് ഓരോ ആക്ടറിൻ്റെയും ആ ഒരു കഥാപാത്രത്തിനെ ബിൽഡ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ തന്നെ പാലിക്കപ്പെടും ചിലപ്പോൾ ഈ ഓരോ സിനിമ കണ്ട് മനസ്സിലാക്കുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു ശ്രീ മമ്മൂട്ടിയിലൂടെ ആയിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഓരോ മൈന്യൂട്ടായ കാര്യം പോലും അതുപോലെ അദ്ദേഹം എന്താ പറയുക ക്യാപ്ചർ ചെയ്യും. അതിന് എങ്ങനെ അത് ഫലിപ്പിച്ചെടുക്കുക എന്നതിനെക്കുറിച്ച് ഭയങ്കര അധികം ഹോംവർക്ക് ചെയ്യും. അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ എപ്പോഴും ഓരോ കഥാപാത്രങ്ങളും മികച്ചു നിൽക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഒരു സംഭവം അദ്ദേഹം ഒരു ക്യാരക്ടർ നോക്കുക എന്നാൽ എൻ്റെ രീതി ചെയ്യാം എന്ന രീതിയിലല്ല അദ്ദേഹം ചെയ്യുന്നത്. കാരണം അതുകൊണ്ടാണ് ഈ കളങ്കാവലിൽ ഈ ഒരു ചിരി ഒരു കൊടൂര ചിരിയായി പോയത് എനിക്ക് തോന്നുന്നു. അത്രമാത്രം എന്താ പറയുക ഗൂസ് ബൂംസ് അടുപ്പിക്കുന്ന ഒരു ചിരിയായിരുന്നു. കാരണം ഈ അടുത്ത കാലത്ത് ഇതിനെക്കുറിച്ച് കുറേ പോസ്റ്റ് വന്നപ്പോൾ അദ്ദേഹം ഒരു സിഗരറ്റോ ഇല്ലെങ്കിൽ ഒരു ഗോൾഡോ അങ്ങനെ എന്തോ വലിച്ച് കടിച്ച് തന്നെ ഒരു സംഭവം, അതൊക്കെ ചിലപ്പോൾ ഈ മലയാള സിനിമയിൽ ഞാൻ എൻ്റെ ഒരു സിനിമ ഒരു അനുഭവം വെച്ച് പറയുന്നത് ഇത് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ കാണുന്നത്. നമ്മൾ ഹോളിവുഡ് സിനിമയിലും കാണുമ്പോഴും അതിൻ്റെയൊക്കെ ഒരു എക്സ്പാൻഷൻ വളരെ വലുതാണ്. അതേ രീതിയിലേക്കാണ് ഈ മിസ്റ്റർ മമ്മൂട്ടി ഇല്ലെങ്കിൽ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തി ഇവിടെ പെർഫോമൻസ് നമുക്ക് ഓരോ സിനിമ. പക്ഷേ ഇതിൽ കോടിയൊന്നും ഇല്ല കണക്ക്, കോടിക്കണക്കിലൊരു കാര്യമില്ല. എന്ന് നമുക്ക് ആസ് ഒരു സിനിമ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ന സിനിമ ഇത്ര കളക്ട് ചെയ്തു അതുകൊണ്ട് ഈ സിനിമ നല്ലതായിരിക്കും അങ്ങനെയൊന്നും ഒരിക്കലും പറയരുത്. കാരണം നല്ല സിനിമകൾ ഇപ്പോൾ കോടിയിൽ ഇറങ്ങിയാലും കോടി ഇല്ലാതെ ഇറങ്ങിയാലും സിനിമയായിരിക്കും. പക്ഷേ നമുക്ക് റിപ്പീറ്റഡ് വാല്യൂ കിട്ടണം. ആ സിനിമ പെർഫോമൻസ് കണ്ടു കഴിയുമ്പോൾ ഓക്കെ വാവ് എന്ന് പറയാൻ പറ്റുന്നതാണെങ്കിൽ അതാണ് ആ സിനിമയ്ക്ക് ഏറ്റവും വലിയ അവാർഡും അതാണ് ഏറ്റവും വലിയതും. പിന്നെ ആസ് എ പ്രൊഡ്യൂസർക്ക് അദ്ദേഹത്തിന് മെച്ചപ്പെട്ട രീതിയിലേക്ക് അദ്ദേഹം ആ പടം ഒരു നഷ്ടമില്ലാതെ എത്തണം. അത് മതി. അതിനുശേഷം അപ്പുറത്തേക്ക് വരുന്നത് എല്ലാം തന്നെ ബോണസാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു സിനിമ വളരെ മികച്ചതായിരിക്കും എന്നുള്ളതിന് ഒരു സംശയമില്ല ഇതിനെക്കുറിച്ച്. കാരണം അത്രമാത്രം മികച്ചൊരു സെക്കൻഡ് പോസ്റ്ററാണ് കളങ്കാവലിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ സിനിമയുടെ മറ്റ് അപ്ഡേറ്റ്, ഇപ്പോൾ ടീസർ ആയിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ ഇതൊക്കെ വരാൻ ഇനി പോകുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്ത് അപ്ഡേറ്റ് ഉണ്ടെങ്കിലും ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു, താങ്ക് യു.